ഇവരെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എന്ത് പക്ഷേ നീ എന്താ പോന്നു? അത് ജിനൻ. ഹലോ ഡേവിഡേ. സോ കാശിന് വരണ്ട, ഞാനത് വേറെ ആരും വന്നു ആല് കുട്ടികൾ തുറക്കരുത്. ടേക്ക് കെയർ. നിങ്ങൾക്കാരാ? എന്താ? ജിമിന്റെ റൂം എവിടെ? മോള്. ദാ ഏട്ടാ മതി, നിർത്ത്. ജീവനാണ് ബോധമില്ല. ജീവനെടുത്തിട്ട് പോകും. താനെന്റെ കൊച്ചിനെ ചേർന്നല്ലോ അവൻ തന്നെ വിളിച്ച്. എന്നിട്ട് എങ്ങനെ തോന്നുന്നു എടുത്ത് ചെയ്യാൻ? ഇപ്പൊ ഇറങ്ങിക്കോ എൻ്റെ വീട്ടിൽ നിന്ന്. ഇനി തന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത്. നിങ്ങളും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ എൻ്റെ കൊച്ച് ഹാപ്പി ആയിരിക്കും. എനിക്ക് വേണ്ടി എൻ്റെ കൊച്ച് കുറേ സഹിച്ചു. അവനോട് എന്നെ ഓർക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അത് ആൻറ്റി ഞങ്ങളുടെ കൂടെ വരണം. ഇല്ല, ഞാനില്ല. എനിക്ക് കഴിയില്ല അവനെ ഫേസ് ചെയ്യാൻ. പക്ഷെ ആൻറ്റിനെ ഞങ്ങളോട് ഒറ്റക്കിട്ട് പോവാ. ആൻറ്റി വരണം. ഇല്ല മോനെ, പറയുന്നേക്ക്. ഇവനെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. എടാ എന്നാ വാ, വേഗം പോവാം. ഹോസ്പിറ്റലിലോട്ടല്ലേ? ആ. ജിവന്റെ കൂടെ വന്നവരാരാ? ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്. എന്തോ ആള് ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് തോന്നുന്നു. അതാണ് ബോധം പോകാനുള്ള കാരണം. 1 മണിക്കൂർ ഒബ്സർവേഷനിൽ നിർത്തണം. എന്നിട്ട് നിങ്ങൾക്ക് ആളെ ഡിസ്ചാർജ് ആക്കാം. ഞങ്ങൾക്കൊന്ന് അവനെ കാണാം. യാ നമ്മൾ പോയി കാണാം. എടാ എന്നാ നീ കയറി സംസാരിക്കും. നമ്മുടെ മാരേജ് ആയിട്ട് എത്ര കാലമായിരുന്നു? ഇതൊക്കെ നീ എന്നോട് പറ. ഞാൻ തന്നെ എന്ത് ചെയ്തെന്ന് വിചാരിച്ചേ? എന്നൊന്നും ചെയ്യില്ല, അയാളൊന്നും ചെയ്യില്ല എന്നെന്താ എത്ര ഉറപ്പ്? നിനക്കെന്താ അയാളോട് ഇത്ര സിമ്പതി? അയാളോട് എനിക്കൊന്നുമില്ല. നീ ഇനി വേറൊരു ക്രൈം ചെയ്യരുതെന്നുള്ള ഒറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നീ അയാളെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പാണ് ഡേവിഡ്. നിനക്കിപ്പോൾ റിഗ്രറ്റ് അടിക്കണ്ടോ എന്നെ സ്നേഹിച്ചതിന്? അയാളത് അങ്ങനെയല്ല. എനിക്ക് അതിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനേ പറയണേ. നാളെ മുതൽ ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് പേടിയാണ്. ഇത്ര കാലം നിനക്ക് ഞാൻ ഒന്നും പറ്റില്ല. നോക്കിയേ, ഇതുവല്ലാത്ത പേടിയെന്താ ഇപ്പോൾ? നീ എന്നെ നല്ലോണം നോക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് തന്നെ നഷ്ടപ്പെടുന്നുള്ള പേടിയുണ്ട് ഡേവിഡ്. നിനക്ക് എന്തെങ്കിലും പറ്റി പിന്നെ എനിക്ക് ആരല്ലേ? വേണ്ട, നമുക്കിതൊന്നും വേണ്ട. ജിമിനായിട്ടിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ ഡേവിടെ ഒന്ന് വാ. എടാ, ജെയിംസും ചെറിയും കൂടെ ജിമിനായിട്ടിൻ്റെ അച്ഛനെ പൊക്കിയിട്ടുണ്ട്. അയാളെന്താ ചെയ്യണ്ടേ? എന്നാൽ അങ്ങനെ നോക്കാം. പിന്നെ ജിമിനായിട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. കാശി അവിടെ ഒറ്റയ്ക്കാം. അവിടെ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ. കുറച്ച് കഴിഞ്ഞാൽ അവനെ ഡിസ്ചാർജ് ആക്കും. ആടാ.